അങ്ങനെ നിൻസില ഇവിടെ നിന്ന് പോയി. നമുക്ക് ഇനി മലപ്പുറത്ത് നിന്ന് അടുത്ത മത്സരത്തെ സ്വാഗതം ചെയ്താലോ? ലെറ്റ്സ് വെൽക്കം റിൻഷിത. Oh
രക്ഷിത ഓയ് ഗംഭീരായി പാട്ട് പാടിയോ? സ്വന്തമായിട്ട് വിലയിരുത്തുമ്പോ എന്ത് തോന്നുന്നു? ഓ ഞാൻ പ്രതീക്ഷിച്ച പോലെ പാടാൻ പറ്റിയെന്ന് തോന്നുന്നു. പാടാൻ പറ്റി അല്ലേ? ടെൻഷനൊന്നുമില്ല. വേണിച്ചേട്ടനൊക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് കണ്ടില്ലേ? ഓ കണ്ടു. ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ആരായിരുന്നു എന്നറിയോ? ഉമ്മ. ഉമ്മയാണ് ഭയങ്കര ആസ്വദിച്ചങ്ങ് ഇരിക്കണം. ഇത് എന്റെ മകളുടെ പാട്ട് ഇത്രയും ഗംഭീരായിട്ട് പാട്ട് പാടുമോ എന്നൊക്കെ ഉള്ള തോന്നല്ലേ? ഉമ്മ, മകളുടെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് പാടി. നന്നായിട്ട് പാടി. വിചാരിച്ച പോലെ തന്നെ പാട്ട് വിചാരിച്ച പോലെ പറഞ്ഞാല് തൊണ്ട ഡ്രൈ ആയതിനെ കൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ മാക്സിമം നന്നാക്കി തന്നെ പാടിയത്. അപ്പൊ എന്തായാലും പാട്ടിനെ കുറിച്ച് വിശദമായിട്ട് നമുക്കറിയാം. അപ്പോ നമുക്ക് എന്തായാലും സ്റ്റാൻഡിംഗ് ഒവേഷൻ ഒക്കെ തന്ന നമ്മുടെ വേണുചേട്ടൻ തന്നെ ആവട്ടെ. വേണുചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഗാനം? ഇതൊരു വിദ്യാസാഗർ, സുജാത നാങ്ങണ്ണ അവരുടെ മാജിക്കൽ മോമെന്റ്സ് ഉള്ള ഒരു പാട്ടാണ്. സുജുവിന്റെ ഒരു മിസ്ചീഫ്, കുസൃതി, ആ മോമെന്റ്സ് എല്ലാം റിൻഷി അങ്ങനെ തന്നെ. താങ്ക് യു സോ മച്ച്. മഞ്ജരി, റിൻഷിത് ആദ്യം ഓഡിഷന് വരുന്ന ഒരു കഥ പറഞ്ഞല്ലോ. അതെ, ഒരു വേദി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ആ ഒരു വേദി എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലേക്ക് എടുത്തു വെക്കുമ്പോഴത്തേക്ക് അതാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. റിൻഷിത അത്രയും ഡെഡിക്കേറ്റഡ് ആണ്, അത്രയും അതിനോട് റിൻഷിത മാത്രമല്ല, അതാ ഫാമിലി എല്ലാവരും ഈ ഒരു ഫ്ലവേഴ്സ് കൊടുത്ത ഈ ഒരു വേദി എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് അതൊരു ദൈവാനുഗ്രഹം പോലെയാണ് കരുതുന്നതെന്നും അത്രയും എഫേർട്സ് ഇടുന്നുണ്ട്. അതിന്ന് കാണായിരുന്നു. റിൻഷിതയുടെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വോയിസ് ആണ്. അതിൽ ആ വോയിസിൽ കുറേ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടിരുന്നു. ആ നാണം എന്നൊക്കെ പാടിയപ്പോഴും കുറച്ചൊരു ചിരിയൊക്കെ ഇട്ട് പല സ്ഥലങ്ങളിലും റിൻഷിതയുടേതായ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഒരു ഇംപ്രവൈസേഷൻ പോലെയുള്ള ഒരു എക്സ്പ്രഷൻസ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനിയും ഇതുപോലെ ആവേശം കൊണ്ട് പല പല പാട്ടുകളും ഗംഭീരമായിട്ട് ഈ വേദിയിൽ പാടാം. ഉമ്മ, പ്രോമിസ് ആണേ. ശരി, അപ്പൊ നന്നായി പ്രാർത്ഥിച്ചോളൂ. എന്തായാലും 2 പാട്ടുകളും പാടി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല അഭിപ്രായങ്ങളാണ് 2 ജഡ്ജസും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. വേണുചേട്ടാ, മഞ്ജരി, നമ്മളിങ്ങനെ മത്സരം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. മ്യൂസിക്കൽ വൈബ്സ് ഞെട്ടിക്കുന്നു, അമ്മമാർ ഞെട്ടിക്കുന്നു, ഹസ്ബൻഡ്സ് ഞെട്ടിക്കുന്നു, എല്ലാരും ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഞെട്ടിക്കൽ എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ വാക്കായിട്ട് വാക്കാകുന്നു. ശരി, അപ്പൊ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത മത്സരത്തെ സ്വാഗതം ചെയ്താലോ. ലെറ്റ്സ് വെൽക്കം അപർണ അനിൽകുമാർ ഫ്രം പത്തനംതിട്ട.
രാമ അപർണ, എന്തോ എങ്ങനെ തോന്നുന്നു? നന്നായി പാടാൻ പറ്റുമോ? കുഴപ്പമില്ല. കുഴപ്പമില്ല. ടെൻഷൻ കഴിഞ്ഞതായിരുന്നു കൂടുതൽ, ഇപ്പോഴായിരുന്നു കൂടുതൽ? ടെൻഷന്റെ അല്ല, ഞാൻ പറഞ്ഞില്ലേ ത്രോട്ടിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഒരുപാട് സ്ട്രെയിൻ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന മറ്റു പ്രശ്നങ്ങൾ. ശരി, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അല്ലേ? കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ആധികാരികമായി മഞ്ജരി അല്ലെങ്കിൽ വേണുചേട്ടൻ ആര് തുടങ്ങണം? സാർ തന്നെ ആയിക്കോട്ടെ. വേണുചേട്ടാ പറഞ്ഞോളൂ. എന്തോ സാർ? യു ആർ എ ഗുഡ് സിംഗർ. താങ്ക് യു സാർ. ഒരു സംശയവും അതിൽ ഞങ്ങൾക്കില്ല. ഒരേ ഒരു പ്രോബ്ലം ഈ കൺസിസ്റ്റൻസി, അതായത് എല്ലാ ഇടത്തും ഒരുപോലെ പെർഫെക്ഷൻ വരിക, അവിടെയാണ് അവരുടെ പ്രോബ്ലം. ഹമ്മിങ്, ഒരു ഷേക്ക്, അത് കഴിഞ്ഞ് ദീനദയാലോ രാമ, അവിടെയും യു ആർ സ്ട്രഗ്ലിംഗ്. അത് കഴിഞ്ഞ് ഹൃദയജനപാലക, ഇറ്റ് ഇസ് സൂപ്പർ ഏരിയ. അതേ കൺസിസ്റ്റൻസി മറ്റിടങ്ങളിലും വരണം. മഞ്ജരി, ഈ സുന്ദരിയെ കണ്ട് എന്ത് പറയും? പാട്ടിനെ കുറിച്ച് പറഞ്ഞോളൂ. എനിക്ക് ശരിക്കും ഒരു സിനിമ നടിയാവാനുള്ള ഒരു ഭംഗിയുണ്ട്. താങ്ക് യു മാം. എനിക്കെന്തോ അങ്ങനെയാണ് ആദ്യം അപർണ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ശരിക്കും ഒരു സിനിമ സ്റ്റാർ അഭിനയിക്കാനൊക്കെ എനിക്ക് തോന്നി. പക്ഷെ നിങ്ങൾക്കൊക്കെ തോന്നിയോന്ന് എനിക്കറിയില്ല. പഴയ നമ്മുടെ രാംജി റാവ് സ്പീക്കിംഗിലെ രേഖ ചേച്ചിയുടെയും പിന്നെ റിമ കല്ലിങ്ങലിന്റെയും ഒക്കെ ഒരു മിക്സ്, അതുപോലെ എനിക്ക് തോന്നി. താങ്ക് യു മാം. ഇഷ്ടമാണോ ഇവര് രണ്ടുപേര്? അയ്യോ തീർച്ചയായും, ഒരു സംശയമില്ല. ഭർത്താവ് എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഭർത്താവിന് ഇതിൽ വല്ല പങ്കുണ്ടോ? ഈ പാട്ട് സെലക്ഷൻ അല്ലെങ്കിൽ പാട്ട് പ്രാക്ടീസ്? ഇതാണ് എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇത് നീ നന്നായിട്ട് പാടുമല്ലോ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഉദ്ദേശിച്ചത്ര ഭംഗിയാക്കാൻ പറ്റിയില്ല. എനിക്കും ഇതേ അഭിപ്രായമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫേവറേറ്റ് സോങ് ആണ്, ഒരുപാട് ഇഷ്ടമുള്ള പാട്ട്, ഭംഗിയായിട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിലുണ്ട്, അത് പുറത്തു വരുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ചില ഭാഗങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് പാടാവുന്ന കാര്യങ്ങളായിരുന്നു, അവിടെയൊക്കെ ഒരു വിറയൽ വരുന്നുണ്ട് വോയിസിൽ. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ ശരിയാവും അല്ലേ? ശരിയാക്കും സർ. ദൈവം അതിനൊരു അനുഗ്രഹം തരട്ടെ. താങ്ക് യു മാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. അപർണ, അവര് രണ്ടുപേരും പാട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത പാട്ടുകളിലായിട്ട് ഇതൊക്കെ മാറ്റാം കേട്ടോ. തീർച്ചയായും. ഹസ്ബൻഡിനെ വിളിച്ചായിരുന്നോ പാട്ട് പാടാൻ പോകുന്നതിന് മുമ്പ്? ഷിപ്പിലാണല്ലോ, സിഗ്നൽ കിട്ടുന്നില്ലാത്തോണ്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ എവിടെയായിട്ടാണ്? ഇപ്പൊ ടർക്കിയിലാണ്. ശരി, അപ്പൊ ഇനി എത്ര നാൾ കഴിഞ്ഞാലാണ് ലീവ്? അടുത്ത ആഴ്ച വരും. ജസ്റ്റ് മിസ്സാണ്. അപ്പൊ അടുത്ത റൗണ്ടിലോട്ട് കടന്നു കഴിഞ്ഞാൽ കാണാം അല്ലേ? അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മുമ്പിലുള്ളത് എലിമിനേഷൻ ആണ് കേട്ടോ. നന്നായി പ്രാർത്ഥിച്ചോളൂ. താങ്ക് യു. വേണുചേട്ടാ, ഒരു വലിയ മാപ്പപേക്ഷയൊക്കെ കഴിഞ്ഞിട്ടാണ് ശിശിര പോയിരിക്കുന്നത്. ഇപ്പൊ വേണുചേട്ടന്റെ വൈഫ് ഇവിടെ ഇല്ല. വേണുചേട്ടന് വൈഫ് ഇപ്പൊ ടിവിയിൽ കണ്ടോണ്ടിരിക്കുവാണ്. എന്തെങ്കിലും അദ്ദേഹത്തിനോട് ഞാൻ ഇതുവരെ കാണിച്ചിട്ടുള്ള സർവ്വകന്നന്തരവൊഴുക്കും അപേക്ഷിക്കുന്നു. അല്ല വേണുചേട്ടാ, എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സോറി പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? പിന്നെ കല്യാണല്ലേ മോനെ, നീ കല്യാണം കഴിക്കടാ. കഴിച്ച ഇഷ്ടം പോലെ വരും അല്ലേ? എന്റെ ഒരു സ്വഭാവം വെച്ച് പറയേണ്ടതാണ്. മഞ്ജരിക്ക് ഇപ്പോ ഹസ്ബൻഡിനോട് എന്തെങ്കിലും മാപ്പപേക്ഷ? ഞാൻ അങ്ങനെ മാപ്പപേക്ഷിക്കാൻ മാത്രമുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് വയ്യ. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പൊന്നും പറയേണ്ട ആവശ്യമില്ല. സ്നേഹം. അതെ, അതുകൊണ്ടായിരിക്കും അല്ലേ പേടിച്ചാണ്ട് നല്ല വിഷമുണ്ട്. എക്സ്പീരിയൻസ്. അതെ, എക്സ്പീരിയൻസ് പേഴ്സൺ. ശരി, അപ്പൊ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്താലോ? വിളിക്കൂ. ശരി, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ഷാലിമ.
ശാലിമ ചേട്ടാ നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ല. നമ്മള് പിന്നെ കഴിഞ്ഞ റൗണ്ടിൽ തന്നെ അത്ര ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര ആസ്വദിച്ച്. തീരെ ടെൻഷൻ ഇല്ലല്ലോ. അതെ, ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ. നമ്മളൊരു പ്രൊഫഷണൽ സിംഗർ ആണല്ലോ, ടെൻഷൻ എത്ര നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കയ്യിലൊക്കെ എഴുതി വന്നിരുന്നു, ഈ പ്രാവശ്യം ഇല്ല ഇല്ല. ഒന്ന് മൊത്തം ഒന്ന് പരിശോധിക്കും നമുക്ക് കൈ. ശരി ശാലിമ, നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ലായിരുന്നു. ആ. ലിറിക്സ് കുറച്ചങ്ങോട്ട് ഉണ്ടായിരുന്നു. ശരി, എന്നാ നമുക്ക് വേണുചേട്ടനിൽ തന്നെ തുടങ്ങാം. വേണുചേട്ടാ, ശാലിമ ആ അനുബൽ വൈ ഒന്ന് പാടാമോ? അതായത് അണയൂ നീയൻ. കുളിരു ചൊരിയുമഴകായി വരൂ മുകിലിൻ ചേലത്തുമ്പിലായി അരിയ കസവു മലർത്തുന്നിവ. അരിയ കസവു മലർത്തുന്നിവ. വേറെ എന്തോ ഒരു ലിറിക് അവിടെ വന്ന പോലെ എനിക്ക് തോന്നി. അതുപോലെ ലാസ്റ്റ് മനസ്സിലായ ചരണം എന്താണ്? പറയൂ ടീച്ചർ. സർ, അവിടെ ചരണത്തില് നല്ലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് ലിറിക്സ് കുറച്ച് ഇങ്ങോട്ടോട്ട് ആയതുകൊണ്ട് എനിക്ക്. എന്തായിരുന്നു പ്ലാൻ? ഞങ്ങളും കൂടെ ഒന്ന് അറിയട്ടെ. പാടിത്തരട്ടെ? പ്ലീസ്. വരുമോ കനിവാർന്നൊരു നാൾ പ്രിയതമനിതിലേ. അതിനുവേണ്ടി വരുമോ ഒരു നാൾ പ്രിയതമൻ 2 പ്രാവശ്യമായി പോയി അല്ലേ? അത്രേ ഉള്ളൂ, വലിയ കുഴപ്പമില്ല. മറക്കാം അല്ലേ? ഓർക്കണം സർ. ആയിക്കോട്ടെ, അത് വിട്ടു കേട്ടോ. മറ്റെല്ലാം ഓക്കെ, ഗുഡ്. എന്തായാലും പ്രീതമനെ 2 പ്രാവശ്യം പറഞ്ഞ സ്ഥിതിക്ക് പ്രീതമൻ എന്ന് വരും? പ്രിയതമൻ ഒരു 5 മാസം എടുക്കുമായിരിക്കും. 5 മാസം എടുക്കും. ഞാൻ വേറൊരു കാര്യം കണ്ടുപിടിച്ചു. എന്തായിരിക്കും പ്രീതമനെ കുറിച്ച്? ശാലിമ അല്ല, ശാലിമ ചെയ്ത ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ചു. ശാലിമ നേരത്തെ ചെയ്തത് നമുക്കറിയാലോ. അത് കഴിഞ്ഞ പാട്ടിന് എന്തൊക്കെയോ ചില അടവ് നയങ്ങളുണ്ട് ശാലിമയ്ക്ക്. ഈ പാട്ടിലും ശാലിമ ചെറിയ ചില തരികിടകൾ. എന്താ അത്? പറ അത് പറഞ്ഞിട്ട് പോയാ ഞങ്ങൾക്കും ചിരിക്കണം. എന്താ? വിത്ത് യുവർ പെർമിഷൻ പറയട്ടെ? പ്ലീസ് പറയൂ. ചിരിക്കണ്ട. അതന്നെ, ആള് നിർത്തിയിട്ടില്ല. എവിടെ? അല്ല, ഞാനത് നോക്കിയിട്ടില്ല. ഒരു ധൈര്യത്തിന് അങ്ങ് നോക്കിയിട്ടില്ല, എഴുതി ധൈര്യത്തിന്. ഞങ്ങൾ വിട്ടു. ആരല്ല കയ്യൊന്ന് കണ്ടാലോ നമുക്ക്? ചെയ്തിട്ട് ആ കയ്യൊന്ന് ഞങ്ങൾ എല്ലാരും ഒന്ന് കാണിക്കൂ. അതിന്റെ ഒരേ ഒരു ശിക്ഷ അത് അതെ, ക്ലോസ് അപ്പ് അവിടെ വരും. അയ്യോ, അത് വേണം. ഇതെന്താ മൈലാഞ്ചിയോ? ഒരുപാടുണ്ടല്ലോ. ഇല്ല, ഞാനത് നോക്കൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു ധൈര്യ. ആയിക്കോട്ടെ, ഒന്ന് കാണിച്ചേ നോക്കട്ടെ. ഇതിപ്പോ കുഴപ്പമില്ല, നോക്കിയില്ലല്ലോ. ചേട്ടാ, നല്ല ഡ്രസ്സാണ്, നല്ല ഷൂ ആണ്, ഹെയർ സ്റ്റൈലൊക്കെ വളരെ നന്നായിണ്ട്. ഞാനും സേഫ് ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കാറുണ്ട് എക്സാമിനൊക്കെ പോകുമ്പോ. പണ്ട് എഴുതി വെച്ചത് കറക്റ്റ് ആണ്. എഴുതി വെച്ചത് പിടിക്കാറുണ്ട്. ശാലിമ അപ്പൊ എന്തായാലും പിടിച്ചു. സാലേ പോട്ടെ കേട്ടോ. മഞ്ജരി, പാട്ടിനെ കുറിച്ച്. ശാലിമ ഒരു തെളിയിച്ച ഒരു സിംഗറാണ്. അതെ, നേരത്തെ പാട്ടും ഇപ്പോഴും ഈ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ പാട്ടിനകത്ത് എന്താണ് ക്രിയേഷൻ. മാഷുടെ പാട്ട് എസ്പെഷ്യലി ഇത്തരത്തിലൊരു മെലഡിയില് ആ റിതം പാറ്റേൺ ഉണ്ടല്ലോ, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് കേൾക്കാൻ. അത് നിങ്ങൾക്കൊരു വലിയ കൈയടി. എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാം. കാരണം ശാലിമ ഓൾറെഡി അങ്ങനെ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു സിംഗർ ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് പോളിഷ് ചെയ്ത് ശരിയാക്കാം. ചെറിയ ലാൻഡിങ്സ് ഒക്കെ ഒന്ന് ഫ്ലാറ്റ് ആവാനും ഷാർപ്പ് ആവാനുള്ള ഒരു ടെൻഡൻസി വരുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ ഇപ്പോഴത്തെ ഈ ക്വാളിറ്റിയെ കുറച്ചുകൂടെ നന്നാക്കാം. ഇപ്പം കുറച്ച് ഒരു 5 മിനിറ്റ്സ് മുമ്പേ കേറേണ്ടതായിരുന്നു. അപ്പം ആകെ തലകറങ്ങി വീടൊക്കെ ചെയ്തു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ജസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി. പറയാൻ വരുമായിരുന്നു, ആള് ട്രിപ്പൊക്കെ ഇട്ട് കിടത്തിയൊക്കെയായിരുന്നു. അവിടെ നിന്ന് ചാടിപ്പോന്ന് പാടിയിരിക്കുന്നതാണ് ഇപ്പൊ. അയ്യോ അപ്പൊ ആകെ കൂടി ഒരു ടെൻഷൻ ആയി പോയി. കണ്ടാ പറയൂ അത്. അപ്പൊ ഞങ്ങൾ വിട്ടു കേട്ടോ, ടോട്ടലി വിട്ടു. ഇനിയൊന്നുമില്ല. അന്ന് വന്ന് പാടിയ അതേ ഗെറ്റപ്പിൽ തന്നെ നിന്ന് ഫുൾ പാട്ട് പ്രസന്റ് ചെയ്തു. ഒരു ബോധം കെട്ട് ആശുപത്രിയിൽ നിന്ന് ഓടി വന്ന ആളാണെന്ന് മനസ്സിലാവുകയില്ല. എന്തായാലും അതിനൊരു വലിയ കൈയ്യടി. ഗംഭീരായിട്ട് പാടി, കോൺഫിഡന്റ് ആയിട്ട് നിന്ന് പാടി. ദൈവം അനുഗ്രഹിക്കട്ടെ, ഇതുപോലത്തെ അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ. നല്ലോണം ഭക്ഷണം കഴിക്കൂ. അച്ഛാ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, ഇതുപോലെ ഇനി ഭക്ഷണം കഴിക്കാണ്ട് എവിടെയും തല ചുറ്റി വീടരുത്. ശരി, അപ്പൊ ശാലിമ എന്തായാലും നമ്മുടെ ഈ റൗണ്ടിലെ പാട്ടുകളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്കിനി നമ്മുടെ മുമ്പിലുള്ളത് എന്താണ്? എലിമിനേഷൻ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. അടുത്ത റൗണ്ടിൽ കാണണം. ഓക്കെ, താങ്ക് യു. ശരി, താങ്ക് യു.
മഞ്ജരി ഏതെങ്കിലും മൂവിക്ക് വേണ്ടിയിട്ട് ഒരു ഹൊറർ പാട്ട് പാടിയിട്ടുണ്ടോ? പ്രേത പാട്ടായിട്ട് പാടിയിട്ടില്ല, പക്ഷെ ഹൊറർ മൂവിയിൽ പാടിയിട്ടുണ്ട്. ഹൊറർ മൂവിയില് പാടിയിട്ടുണ്ട്. വിനയൻ സാറുടെ പടം, നമ്മുടെ മേഘന അഭിനയിച്ചിട്ടുണ്ട്. യക്ഷിയും ഞാനും അതിൽ പാടിയിട്ടുണ്ട്. അല്ലാതെ പ്രേതപ്പാട്ട് പൊതുവെ കേൾക്കുമ്പോൾ പേടിയുള്ള കൂട്ടത്തിലാണ്. പൊതുവെ ഈ പ്രേതപ്പാട്ട് പാടുമ്പോൾ നമ്മളിങ്ങനെ വോയിസ് ഒക്കെ കുറച്ച് അങ്ങനെ മാറ്റാറുണ്ടോ സാധാരണ സിംഗേഴ്സ്? ഇല്ല, ആ കാലഘട്ടത്തിലുള്ള പ്രേതപ്പാട്ടുകൾ ഡിഫറെന്റ് ആയിരുന്നു. അവരാ ഒരു ചിരിയും ആ സംഭവങ്ങളൊക്കെ വരുമല്ലോ. ഇപ്പം അങ്ങനത്തെ പ്രേതങ്ങളുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതെ, ഇപ്പൊ അങ്ങനെ ഇല്ല. ഹൈടെക് പ്രേതങ്ങൾ മാത്രമേ ഇപ്പൊ ഉള്ളൂ. പാട്ട് പാടുന്ന ഇങ്ങനത്തെ ഐറ്റംസേ ഉള്ളു. പ്രേതങ്ങളല്ലേ ആണില്ല, അതുകൊണ്ട് മേടിച്ചായിട്ട് പാടാൻ അവസരം കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അല്ല, അത് ഇംഗ്ലീഷ് പടം കാണണം, അതിൽ വാമ്പയർസ് ഉണ്ട്. അവര് പാടാറില്ല. അതെ, വേണിച്ചേട്ട വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അല്ല, ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഉടൻ തന്നെ അങ്ങനെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അവസരം വരുമ്പോ വേണിച്ചേട്ടനെ വിളിക്കാം. സത്യമാണോ അത്? അല്ല മഞ്ജരി, ഇപ്പോ പ്രേത സിനിമയിൽ പാട്ട് പാടിയിട്ടുണ്ട്. ഏതെങ്കിലും പ്രേതത്തിന് ആ ചിരിയൊക്കെ ആയിട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ചിരി അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേജ് ഷോയിലോ ഏതെങ്കിലും ഹൊറർ പാട്ടൊക്കെ പാടിയപ്പോ സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെയൊന്നും ചിരിക്കാൻ പറ്റില്ല, ഒരു മൂടൊക്കെ വേണം. ചേട്ടാ എന്നൊരു മൂടിട്ട് കൊടുത്തേ. ഇത് കുട്ടിച്ചാത്തൻ. ഇത് ഫിലോമിന ചേച്ചി ചിരിച്ചു പോയി. ശരി, അപ്പൊ എന്തായാലും കുറച്ച് പേടിച്ച സ്ഥിതിക്ക് നമുക്ക് അടുത്ത മത്സരാർത്ഥി വിളിച്ചാലോ? വിളിക്കൂ. ലെറ്റ്സ് വെൽക്കം സൗമ്യ നിതേഷ് ഫ്രം കോട്ടയം. കലയമായി നാദം നാദ്രിതനധിരനധിരധീം കനാ നാദ്രിതനധിരനധിരധീം കനാ ശിവകരണമരു കലയമായി നാദം ഋതുപദഗതിയുടെ നടയായി താളം സാഗര ചലനം കലയമായി നാദം ഋതുപദഗതിയുടെ നടയായി താളം നാദ്രിതനധിരനധിരധീം കനാ നാദ്രിതനധിരനധിരധീം കനാ
സൗമ്യ യെസ്. നന്നായി പാടാൻ പറ്റിയോ? ഇല്ല. ഇല്ല. അവിടെ ഒരാള് സൗമ്യയുടെ പാട്ട് കേട്ട് നിറ കണ്ണുകളുമായി ഇരിക്കുന്നുണ്ടായിരുന്നു. ആരത്? അമ്മ. അമ്മയോട് തന്നെ ആദ്യം ചോദിച്ചാലോ? എല്ലാരും ഉണ്ട്. അമ്മ, എല്ലാം വൈക്കത്തപ്പന്റെ അനുഗ്രഹം. എന്തിനാ അമ്മ കരഞ്ഞത്? ഞാൻ അങ്ങനെയാ, സന്തോഷം വരുമ്പോ കരയാറുണ്ട്. അമ്മയാണ് മ്യൂസിക്കിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനൊരു ഫ്ലോറിൽ കാണണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്. കല്യാണത്തിന് ശേഷം അമ്മയാണ് എന്നെ പബ്ലിക്കിലേക്ക് പാടാനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത്. അമ്മയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സപ്പോർട്ടർ അല്ലേ? ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്തായാലും നമ്മുടെ 2 ജഡ്ജസ് നമ്മുടെ ഈ പാട്ടിനെ കുറിച്ചുള്ള ജഡ്ജ്മെന്റ് പറയുന്നതിന് മുമ്പ് അമ്മയെ സൗമ്യയുടെ കൂടെ നിർത്തിയാലോ? എനിക്കൊരു കൺഫ്യൂഷൻ. ഈ 2 അമ്മമാർക്കും സൗമ്യയുടെ ഒരു എന്ന് വെച്ചാല് ആ സ്നേഹം കൊണ്ടായിരിക്കണം. ഇതിൽ ഏതാണ് സൗമ്യയുടെ അമ്മ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് സൗമ്യയുടെ അമ്മ. കരഞ്ഞത് സൗമ്യയുടെ ഹസ്ബൻഡിന്റെ അമ്മ. എന്റെ ദൈവം, ഇങ്ങനെ ഒരു ഫാമിലി കിട്ടാൻ ഒരു ഭാഗ്യം വേണം. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, 2 അമ്മമാരും വരട്ടെ. അതെ, സൗമ്യയുടെ ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലും 2 അമ്മമാര് നിൽക്കട്ടെ. എന്റെ വലിയൊരു ഭാഗ്യം ജീവിതത്തിലെ 2 അമ്മമാരും അച്ഛനും സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡും ഒക്കെ കാണുമ്പോ നമുക്കും ഒരുപാട് സന്തോഷമാണ്. അതെ അതെ, ഒത്തിരി ഒരുപാട് നാളായി അവളെ ആഗ്രഹിക്കുന്നതാ. പക്ഷെ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ മാറി നിന്ന് ഇത്തവണ എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് ഞാനാണ് നിർബന്ധിച്ച് നമ്പറൊക്കെ എടുത്ത് അങ്ങനെ വിളിപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു മഞ്ജു വാര്യരെ കിട്ടി. അതെ, അപ്പൊ എനിക്കൊരു ചെറിയ 2 വരി പാടണമെന്നുണ്ട് ആഗ്രഹമുണ്ട്. 2 അമ്മമാരും നല്ലോണം പാടും. എന്നാ അത് കേട്ടിട്ട് തന്നെ കാര്യം. അതെ, ഈശ്വര സത്യ ഹേ സത്യ ഹി ശിവ ഹേ शिव ही सुंदर है, जागो उठ कर देखो, जीवन जो तुजागर है, सत्यम शिवम सुंदरम, सत्यम शिवम सुंदरम, सुंदरम सत्यम शिवम सुंदरम, सत्यम शिवम सुंदरम, सुंदरम सुंदरम सत्यम शिवम सुंदरम, सत्यम शिवम सुंदरम, सत्यम शिवम सुंदरम. ഞാൻ ആലോചിക്കുന്നത് പാടുമ്പോ അച്ഛൻ കരയണോ? അന്തകാലത്തെ എങ്ങനെ പാടിയിരുന്നിരിക്കും. അതെ, മകള് പാടിയപ്പോ ഈ അമ്മയാ കരഞ്ഞത്. അതെ, ഈ അമ്മ പാടിയപ്പോ ആ അച്ഛൻ കരയുന്നു. അത് സംഗീതത്തിന്റെ ഒരു അതെ മാജിക് അല്ലേ? സത്യം പറഞ്ഞ അമ്മ പാട്ട് പാടുമ്പോ നമുക്ക് ഉള്ളിന്ന് ശരിക്കും ആ ഒരു വന്നു. ഇത് ഞെട്ടിക്കലല്ലേ? നമ്മൾ പ്രതീക്ഷിച്ചോ? അമ്മ ഇത്രയും പ്രൊഫഷണലി പാടുന്ന പോലെ പാടിയത്. എന്റെ അമ്മ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തോണ്ടിരുന്നതാണ്. പണ്ട് ചെയ്തോണ്ടിരുന്നതാ. ഇപ്പൊ എന്നെ കേട്ടിട്ടിട്ട് അമ്മ എന്നെ ഇങ്ങനെ മുന്നോട്ട് വിടാൻ വേണ്ടി മാറി നിൽക്കുന്നു. 2 പേര് പാടണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷയില്ല. നമ്മുടെ ഏജ് ഗ്രൂപ്പ് കുറഞ്ഞു പോയി. അല്ലെങ്കിൽ അമ്മ അടുത്ത സീസണിൽ ഉറപ്പായിട്ട് ഒരു കണ്ടസ്റ്റന്റാ. എനിക്കത് ഇവിടെ ഇരുന്ന് നോക്കുമ്പോണ്ടല്ലോ ആ മുഖം കാണാൻ സുശീല അമ്മയുടെ ഒരു ഛായ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അമ്മയ്ക്ക് നാണം ആ മുടിയൊക്കെ വെച്ച് കണ്ണടയൊക്കെ മാലയും
എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇങ്ങനെ ഒരു പാട്ട് സത്യം. കണ്ണ് നിറഞ്ഞു സത്യത്തിൽ. ഉമ്മ ഗംഭീരായി കേട്ടോ. എന്റെ ഒരുപാട് വലിയൊരു അവാർഡാണ് നിങ്ങൾ തന്നത്. ശരിക്കും ഇങ്ങനെയൊന്നും ഒട്ടും പ്രതീക്ഷയില്ല. ഞങ്ങളുടെ ഒന്നും കാലത്ത് ഇങ്ങനെ ഒന്നും പാട്ട് കേൾക്കണമെങ്കിൽ എവിടെയോ ഒക്കെ റേഡിയോയിലൊക്കെ കേട്ട് പെട്ടെന്ന് എഴുതിയെടുത്തൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നതേ. അമ്മ ഇങ്ങനെ ബാക്കിലോട്ട് ഒളിച്ച് നിൽക്കുന്നത്. അമ്മ ഒരു പാട്ട് പാടും. ഞാൻ സ്റ്റേജ് പ്രോഗ്രാം ഒന്നും ചെയ്തിട്ടില്ല. പഠിക്കണ കാലത്തൊക്കെ എല്ലാ സ്റ്റേജിലും കയറി പ്രൈസൊക്കെ മേടിച്ചിട്ടുണ്ട് 8ാം ക്ലാസ്സില്. ഇപ്പോഴാണെങ്കിലും പാടുന്നുണ്ട്, പക്ഷെ വലിയ സ്റ്റേജ് പ്രോഗ്രാം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതുപോലെ ലോകമെമ്പാടുള്ള മലയാളികൾ അതെ, ഈ ഒരു പരിപാടി പലരും കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ വക്യൂം സിസ്റ്റേഴ്സ് പ്രോഗ്രാം കുറെ കിട്ടും. താങ്ക് യു ഫ്ലവേഴ്സ് ടിവിക്ക് ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ. അല്ലല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും ഈ പ്രായത്തില് 60-62 വയസ്സ് പ്രായത്തിൽ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒന്നും സ്വപ്നം ഞങ്ങൾക്ക് ഇല്ലായിരുന്നല്ലോ ഞങ്ങളുടെ കാലത്തൊക്കെ. നിങ്ങൾ രണ്ടുപേരും ഞെട്ടിച്ചു. ഞങ്ങള് ഒരു അമ്മമാരുടെ പാട്ട് കേൾക്കാം എന്ന് മാത്രമേ ഞങ്ങൾ വിചാരിച്ചുള്ളൂ. നിങ്ങൾ ഇത്രയും നല്ല ഗായകരായിരുന്നു എന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ഹാപ്പി ആയില്ലേ? ഞങ്ങളും ഒരുപാട് സന്തോഷിക്കും. താങ്ക് യു. സന്തോഷം. വേണു ചേട്ടാ, അമ്മമാരുടെ പാട്ടിനെ കുറിച്ച് പറയുന്നു അതോ സൗമ്യയുടെ പാട്ടിനെ കുറിച്ച് പറയുന്നു? അമ്മമാര് നമ്മളെ ബിയോണ്ട്, അതെ, നമ്മുടെ ബിയോണ്ട് ആണ്. നമ്മളിത് പറയാൻ സൗമ്യ സർ, സോ വെൽ, വെരി വെൽ, താങ്ക് യു സർ. വെരി ഗുഡ്. ഇതില് ഒരു പ്രയാസം, ഒരുപാട് ലിറിക്സ് ഇതിലുണ്ട്, അക്ഷരങ്ങൾ പ്ലസ് രാജസാറും ഗായത്രിയും ചിത്രയും ചേർന്നുള്ള ഒരു മ്യൂസിക് മാജിക്. അതിൽ എനിക്ക് തോന്നിയതാ ഒരു വനലതയുള്ള അവിടെ താളം ഒരു ചെറിയൊരു സംശയം രണ്ടിടത്തും അതൊരു പിരി. പ്ലസ് വേറൊരു പ്രോബ്ലം എനിക്ക് തോന്നിയത് അനുപല്ലവിയില് ആ ലിറിക്സ് ഒന്ന് മാറിയാ ചരണത്തിൽ ധിമിതക അത് കഴിഞ്ഞ് ദ്രുത ത്രിപുടയിൽ അത് മാറി. അല്ലേ, ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. പക്ഷേ വിത്ത് കോമൺ സെൻസ് സൗമ്യ അവിടെ കൃത്യമായിട്ട് ഫിൽ ചെയ്തു. എന്നാൽ രചന മാറി. ഇനി ഇങ്ങനെ ഉണ്ടാവരുത്. സോറി സർ. കേട്ടോ, ഓൾ ദി ബെസ്റ്റ്. സൗമ്യക്ക് അറിയാം. പക്ഷെ എന്നാലും എനിക്ക് തോന്നി സൗമ്യക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പാടാൻ പറ്റും. സൗമ്യ ആ ഒരു സ്ഥലം മിസ് ചെയ്ത് അവസാനം താളം മുഴുവൻ ആ സ്ഥലത്ത് എല്ലാവരെയും കൺഫ്യൂഷനിലാക്കി. അപ്പം ഈ ഒരു താളത്തിൻ്റെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നെങ്കിൽ സൗമ്യ ഗംഭീരമാക്കി എന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇനി നെക്സ്റ്റ് ടൈം ഇത് ശ്രദ്ധിക്കണം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. സൗമ്യ, അപ്പോ ഇനി നമുക്ക് മുമ്പിൽ എന്തുണ്ട്? എലിമിനേഷൻ. അപ്പൊ നന്നായി പോയി പ്രാർത്ഥിച്ചോളൂ. ഇപ്പൊ ഫേവറേറ്റ് സോങ് റൗണ്ട് ആണ് പാടിയത് അല്ലേ? അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് പാടി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വേണു ചേട്ടാ, മഞ്ചരി, നിങ്ങൾ രണ്ടുപേരും മാർക്കുകളൊക്കെ കൂട്ടി നോക്കുകയാണ്. കാരണം നമ്മുടെ 11 മത്സരാർത്ഥികളുടെ പാട്ട് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ റൗണ്ടിലെ. കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റുന്നല്ലോ ബാല. തെറ്റുന്നുണ്ടോ? ഇനി ഒരു മത്സരാർത്ഥി കൂടി ബാക്കിയുണ്ട്, അത് കാണാം. പിന്നെ വിളിക്കൂ. അത് കഴിഞ്ഞാൽ പിന്നെന്താ? എലിമിനേഷൻ. ശരി, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം നിഖില ഫ്രം വയനാട്.
ஒரு முறை வந்து பார்த்தாயா ஒரு முறை வந்து பார்த்தாயா நீ ஒரு முறை வந்து பார்த்தாயா என் மனம் நீ அறிந்தாயோ திருமகள் துன்பம் தீர்த்தாயா அன்புடன் கையணைத்தாயோ உன் பெயர் நித்தமிங்கு அன்பே அன்பே நாதா உன் பெயர் நித்தமிங்கு ஓதிய மங்கை என்று உனது மனம் உணர்ந்திருந்தும் எனது மனம் உன்னை தேடு ஒரு முறை வந்து பார்த்தாயா நீ ஒரு முறை வந்து பார்த்தாயா உனது உள்ளத்தில் உதய நிலவினவே உலவிடும் பெண்ணும் கூத்தாடு அருவ வெள்ளத்தில் புதிய மலரினவே மடல்விடும் கண்ணும் கூத்தாடு நீண்ட நாட்களாய் நான் கொண்ட தாபம் காதல் நோயாக விளைந்திடவே காலம் காலமாய் நான் செய்த யாகம் கோபத்தீயாக வளர்ந்திடவே எரிந்தே இடைவரும் தடைகளும் குலைந்திடவே நீசம் பாசம் நீங்கிடாமல் உனக்கென நீண்ட காலம் நெஞ்சம் ஒன்று பொறிக்கையில் ஒரு முறை வந்து பார்த்தாயா நீ ஒரு முறை வந்து பார்த்தாயா தோம் 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 ஒரு முறை வந்து பார்த்தாயா தஜம் தஜம் தகஜம் என் மனம் நீ அறிந்தாயோ தோம் 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 மபசானி தபம சசா சமமாம தத சசாம தோம் 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 மபசானி தபம சசா சமமாம தத சசாம தத்ரிடது தும் திடது திந்தரிட தக ஜண்டு தக தித்தில்லான தகதீம் திரிகிட தித்தில்லான தகதீம் திரிகிட ஜண்டு திமித்த ஜண்டு திமித்த தரிகிட தோம் 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 மபசானி தபம சானி அங்கணமா மௌலி மணி திங்களாசி சாருஷீலே நாகவல்லி மனோன்மணி ராமநாதன் தேடும் வாலே மாணிக்ய வாசகர் மொழிகள் நல்கி தேவி மாணிக்ய வாசகர் மொழிகள் நல்கி தேவி இளங்கோடிகள் சிலம்பு நல்கி தமிழகமாகியும் ശൃംഗാര റാണി നിൻ പഴമുതിർ കൊഞ്ചലിൻ ചോലയായി തമിഴകമാകെയും ശൃംഗാര റാണി നിൻ പഴമുതിർ കൊഞ്ചലിൻ ചോലയായി നിഖില എന്തോ ടെൻഷനൊക്കെ മാറിയോ? കുറച്ചൊക്കെ മാറി മെച്ചപ്പെട്ടു. മെച്ചപ്പെട്ടു ടെൻഷനൊക്കെ മാറിയപ്പോൾ കുറച്ചുകൂടി നന്നായി പാടാൻ പറ്റുന്നുണ്ടോ? ആ പറ്റുന്നുണ്ട്. അപ്പോ ഈ പാട്ട് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണോ? പണ്ട് തൊട്ടേ ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ചിത്രത്താഴിലെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അതെ. ഇതൊരു ഫേവറേറ്റ് സോങ് ആണ് അല്ലേ? അതെ. ശരി മഞ്ജരി വയ്യേ
എനിക്ക് ആ പാട്ടിൽ സ്റ്റക്കായി നിൽക്കുവാണോ? ഞാൻ ആലോചിക്കുന്നു ഇത് ചോദിക്കേണ്ടത് ശരിക്കും നകുലനോടാണ്. നകുലൻ എവിടെ? അവിടെ ഇരിപ്പുണ്ട്. അവിടെ ഇരിക്കുന്നുണ്ട്. നകുല എന്തോ എന്ത് തോന്നി ഗംഗയുടെ പെർഫോമൻസ്? ഈ പാട്ട് പാടാൻ പോകുന്നതിന് മുമ്പ് ആൾക്കാരും ടെൻഷൻ നമുക്കായിരുന്നു. ഞാൻ ആലോചിക്കായിരുന്നേ വീട്ടിലിരുന്നിട്ട് ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവസാനം നകുലൻ ഗംഗെ പറഞ്ഞ് നിർത്തിക്കോ ഉണ്ടോ? അങ്ങനെ ഫുൾ ടൈം പ്രാക്ടീസ് ആയിരുന്നു? ഇടയ്ക്ക് വല്ലപ്പോഴും ഉണ്ട്. അപ്പൊ എങ്ങനെയാ മക്കളുള്ളതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ നേരം കിട്ടാറില്ല. എങ്കിലും കിട്ടുന്ന സമയത്ത് ചെയ്താണ്. നല്ല രസമുള്ള പാട്ടാണ്. എക്കാലത്തും നമുക്ക് എല്ലാവർക്കും ഇതിന്റെ ഓരോ പിക്ചറൈസേഷനും ഈ പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ ഓർമ്മ വരും. അവസാനം ഇങ്ങനെ പോകുന്നതും. പക്ഷെ ഡ്യൂവറ്റ് ഗംഭീരമായിട്ട് പാടിട്ടോ. രണ്ടുപേര് പാടിയ പാട്ട് ഒറ്റയ്ക്ക് പാടി. സൂപ്പർ. മറ്റേ ദിംതരിക്കോ ആയിപ്പോയി അവിടെ. അത് മാത്രം തലമുറയിൽ വീണുപോയി അവിടെ. ബാക്കിയൊക്കെ നല്ല ത്രോ ഉണ്ടായിരുന്നു വോയിസിന്. തുടങ്ങിയ സമയത്ത് കുറച്ചൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. അത് നേരത്തെ നകുലൻ പറഞ്ഞതുപോലെ ആ ടെൻഷൻ കാരണമുള്ള സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു. അതങ്ങ് സ്റ്റാർട്ടായപ്പോഴത്തേക്ക് പിന്നെ പാട്ട് അവിടെ നിന്ന് ഗംഭീരായി. വെരി നൈസ്. നിഖില ഹായ് സർ. വളരെ നന്നായിട്ട് പാടി, വളരെ നന്നായിട്ട് താങ്ക് യു സർ. വളരെ ഇഷ്ടപ്പെട്ടു. സോ ഡീൻ, ഞാൻ പറയുന്ന ഒരു കാര്യം, ഇത്തവണത്തെ മ്യൂസിക്കൽ വൈബ്സ് അതിൽ വോയിസ് ഫീമെയിൽ ശബ്ദങ്ങൾ ഇറ്റ് ഈസ് സൂപ്പർ ഓരോന്നും. ഇനി ഇതേ ശബ്ദത്തിൽ എങ്ങനെ സംഗതികളോട് ഒതുക്കാം, കൺട്രോൾ ചെയ്യാം, അതിനകത്ത് ഉള്ള ഡൈനാമിക്സ് അതാണ് നിങ്ങൾ ഒന്ന് പഠിക്കേണ്ടത് കേട്ടോ. അത് സ്വായത്തമാക്കിയേ തീരൂ. അപ്പോൾ സ്വതസിദ്ധമായ ശബ്ദങ്ങളുള്ള ഗംഭീര മ്യൂസിക്കൽ വൈബ് സീസൺ. നിഖില, അപ്പൊ എന്തായാലും അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയാൽ നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മുമ്പിൽ എന്താണുള്ളത്? എലിമിനേഷൻ. ശരി, നമ്മുടെ മക്കൾക്ക് പാട്ടൊക്കെ പാടി കൊടുക്കുന്ന BTS ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുണ്ടല്ലോ. എങ്ങനെയാണ് അവർ പാട്ട് പാടി പേടിപ്പിക്കുവോ അതോ ഉറക്കുവോ, അവർ ആസ്വദിക്കുവോ? അല്ല, പാട്ട് ചിലപ്പോ രാത്രി പ്രേതപ്പാട്ടൊക്കെ പാടി പേടിക്കില്ലേ പിള്ളേര്? പ്രേതപ്പാട്ട് പാടി കൊടുക്കും. എനിക്ക് എന്റെ അമ്മ പാടി കുറെ പാട്ടുകളുണ്ട്. അതിപ്പോ ഓർമ്മയില്ല, ഞാൻ ഓർക്കാൻ ശ്രമിക്കുന്നില്ല അതൊന്നും. വീണെടുത്ത് കിടന്ന് ഉരുളല്ലേ. ഓക്കെ, പാട്ടൊക്കെ പാടി കൊടുക്കാറുണ്ടോ? പ്രേതപ്പാട്ട് ഒന്ന് പാട്. പ്രേതപ്പാട്ട് ഞാൻ പിന്നെ പാടി തന്നാ മതിയോ? അല്ല, ഉറങ്ങി പാട്ട് പാടൽ നിർത്തി ഞാൻ. ഉറങ്ങി പാട്. അതേതാ പാട്ടെന്ന് പറ. കുറെ പാട്ടുകളുണ്ട്. പ്രേതപ്പാട്ടല്ലേ, ഞാൻ ഓർക്കാറില്ല. എന്തിനു മഞ്ജരി, ഞാൻ വീണൂന്ന് മനസ്സിലായാലും പിന്നെ എന്തിനാ എന്നെ വീണ്ടും വീണ്ടും തള്ളിയിടുന്നത്? എന്നാ ഏതെങ്കിലും ഒരു പ്രേതപ്പാട്ട് പറയൂ. താങ്ക് യു. ഉലകം അങ്ങനെയല്ലേ? ആകാശഗംഗ അതല്ല ഇവിടുത്തെ വിഷയം. പാട്ട് പാടി കൊടുക്കാറുണ്ട്. അവര് ആസ്വദിക്കാറുണ്ട് അല്ലേ? ശരി, ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ. അപ്പൊ എന്തായാലും പോയി നന്നായി പ്രാർത്ഥിച്ചോളൂ. എലിമിനേഷൻ കേട്ടോ. ടെൻഷൻ അടിച്ചോളൂ വേണമെങ്കിൽ കുറച്ച്. താങ്ക് യു.